ഫ്രണ്ട്ലി PSC, ഞാൻ ആര്യ. അപ്പോൾ കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ സിലബസിലെ ബയോളജി ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അതായത് സിലബസിൽ സയൻസ് 10 മാർക്ക്, അതിൽ പൊതുജനാരോഗ്യം 10 മാർക്ക് ഉണ്ടല്ലോ. അപ്പൊ അതിൽ വരുന്ന പൊതുജനാരോഗ്യം 10 മാർക്കിലെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന SCERT ടെക്സ്റ്റിലെ ഏറ്റവും പുതിയ 2025 ഇറങ്ങിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് സാംക്രമിക രോഗങ്ങൾ എന്നൊക്കെ നോക്കാം. ഇപ്പൊ നോർമലി രോഗങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിത കാലയളവിൽ ഒത്തിരി അസുഖങ്ങൾ വരും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തിക്ക് വരുന്ന എല്ലാ അസുഖങ്ങളെയും എന്തു പറയാം? ജീവിതകാലത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങളെയും ആർജിത രോഗങ്ങൾ എന്ന് പറയാം. ആർജിത രോഗങ്ങൾ നമ്മൾ മേടിച്ചു കൂട്ടുന്ന അസുഖങ്ങൾ എന്ന് പറയാം. ഈ ആർജിത രോഗങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവും? പരിസ്ഥിതിയിലെ വിവിധ ഘടകങ്ങള്, രോഗകാരികൾ, പിന്നെ ജീവിതശൈലി. ഈ 3 കാരണങ്ങൾ കൊണ്ട് ഈ ആർജിത രോഗങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ അതില് ഒരെണ്ണം അഥവാ ഈ രോഗകാരികൾ മൂലം ഉണ്ടാകുന്ന അസുഖത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് പകരും. ഇത്തരം രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് സൂക്ഷ്മജീവികളാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്ന മറ്റുള്ളവരിലേക്ക് പകരുന്ന ഇത്തരം രോഗങ്ങളെയാണ് നമ്മൾ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. സാംക്രമിക രോഗങ്ങൾ എങ്ങനെയൊക്കെ പകരാം നോക്കൂ. മലിനമായ ആഹാരം കഴിക്കുന്നതിലൂടെ, കുടിക്കുന്നതിലൂടെ, രോഗമുള്ള ആള് ചുമയ്ക്കുക, തുമ്മുക, പിന്നെ അതൊക്കെ പറ്റിയ സ്ഥലത്തൊക്കെ പോയി നമ്മൾ പിടിക്കുക. അപ്പൊ ഈ ചുമയ്ക്കും തുമ്മലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് വായുവിലൂടെ കണികകളായിട്ട് വന്ന് എവിടെയെങ്കിലുമൊക്കെ വായുവിലൂടെ പകരും. അത് ശ്വസിക്കുന്നതിലൂടെ. പിന്നെ ഈ പറയുന്ന മൃഗങ്ങള്, ഇൻസെക്ട്സ്, ജീവജാലങ്ങള്, ഭക്ഷണം, പാനീയം എല്ലാത്തിലും കൂടെ പകരാം. പിന്നെ രോഗമുള്ളവരൊക്കെ കയറി പിടിക്കുമ്പോൾ അതിലൂടെ പകരാം. അപ്പോ രോഗകാരികൾ കാരണം ഇത് പകരുമെന്ന് നമ്മൾ പഠിച്ചല്ലോ. പിന്നെ ഈ രോഗകാരികളെ ക്യാരി ചെയ്യുന്ന കുറെ ജീവികളുണ്ട്. അതാണ് ഇതേതാ ഇവിടെ പട്ടി, കൊതുക്, എലി, കോഴി, ഇവരൊക്കെ എന്ത് ചെയ്യും? ഈ അസുഖം പരത്തുന്ന രോഗകാരികളെ ക്യാരി ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുതരും. അപ്പോൾ ഈ അസുഖം പരത്തുന്ന രോഗകാരികൾ സിലബസിലുണ്ട് അല്ലെ. സാംക്രമിക രോഗമുണ്ട്, രോഗകാരികളുണ്ട്. ആ രോഗകാരികളെ നമുക്ക് നോക്കാം. അപ്പൊ SCERT ടെക്സ്റ്റിൽ പറയുന്ന രോഗകാരികളെയാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ ആളാണ് ഇത് ബാക്ടീരിയ. അപ്പൊ ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് ചില ടോക്സിനുകൾ അഥവാ വിഷപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ഈ വിഷപദാർത്ഥങ്ങൾ നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിലെ കലകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതുമൂലം നമുക്ക് വിവിധ അസുഖങ്ങൾ ഉണ്ടാവുന്നു. ഇതിന്റെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന അസുഖങ്ങൾ 2 എണ്ണം ഉണ്ട്. അതിന്റെ പകർച്ചാ രീതികൾ, അത് ആരൊക്കെയാണ് പകർത്തുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. പല തവണ PSC നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. അപ്പൊ അതായത് നമുക്ക് നോക്കാം. ക്ഷയവും ഉണ്ട്, അപ്പുറത്ത് എലിപ്പനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്ഷയത്തിന്റെ മറ്റൊരു പേരെന്താണ്? ട്യൂബർക്യുലോസിസ്. ചിലപ്പോൾ ക്ഷയത്തിന് പകരം ട്യൂബർക്യുലോസിസ് എന്നൊക്കെയാ തരിക. അപ്പൊ ക്ഷയം എന്താ? ഇങ്ങനെ ചുമയ്ക്കുന്ന അസുഖമാണല്ലോ. ഓർത്തിരിക്കാനുള്ള കോടാ പറയുന്നത്, രണ്ടും കൂടെ മിക്സായി തെറ്റിപ്പോയിരിക്കും. അപ്പോൾ ഈ ചുമച്ച് മിക്കവാറും ക്ഷയം വന്നവർ ചുമച്ച് ഇങ്ങനെ മെലിഞ്ഞുണങ്ങി ട്യൂബ് പോലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ക്ഷയം വന്നവർ ട്യൂബ് പോലാണ് ഇരിക്കുന്നത്. ക്ഷയത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താ? ട്യൂബർക്യുലോസിസ്. പിന്നെ എലിപ്പനിയുടെ പേരെന്താ? ലെപ്റ്റോസ്പൈറോസിസ്. ഇൻ കേസ് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് ചോദിക്കുന്നതെങ്കിലും ഓർത്ത് വയ്ക്കണമല്ലോ. അപ്പോൾ ഈ എലി എങ്ങനെ ഇരിക്കണേ? ഇങ്ങനല്ലേ. അപ്പൊ ലിപ്പ് സ്പൈറൽ പോലെ വെച്ചിട്ടല്ലേ എലി ഇരിക്കുന്നത്. അപ്പൊ ലിപ്പ് സ്പൈറൽ പോലെ വെച്ചിരിക്കുന്ന എലി ഓർത്താൽ എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് ഓർക്കാം. ഇനി നമുക്ക് ഇത് പകരത്തുന്ന രോഗകാരി ആദ്യത്തവനെ നോക്കിക്കേ. ക്ഷയം പരത്തുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ്. ചുമ വരുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ മേക്ക് പിടിച്ചിരിക്കുന്ന പോലല്ലേ ചുമ വരുമ്പോ പിടിക്കുന്നേ. അപ്പൊ മൈക്കോ ഓർക്കാലോ. മൈക്കോ ബാക്ടീരിയം, പിന്നെ മെലിഞ്ഞ ട്യൂബ് പോലാകും, ട്യൂബർക്യുലോസിസ്. പഠിച്ചില്ലേ? ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി പഠിച്ചു. എലിപ്പനി എന്താ? എലി ഇങ്ങനെ ചുണ്ടു സ്പൈറൽ പോലെ വയ്ക്കും. അപ്പൊ എന്താ? ലിപ്പ് സ്പൈറൽ. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനി പടർത്തുന്നത്. പിന്നെ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളെല്ലാം വിത്ത് കോഡ് ലൈവ് ഇട്ട് നമുക്ക് പഠിക്കാം. അതായത് ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടോ? ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ഇല്ലാത്തവരൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ, അതുപോലെ എന്തെങ്കിലും ആൻസർ കീയിലൊക്കെ പ്രൂഫൊക്കെ നിങ്ങൾ ചോദിക്കാറില്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിലാണ് ഇടുന്നത്. ജോയിൻ ചെയ്യാത്തവർ വേഗം ജോയിൻ ചെയ്യുക. അതിൽ ലൈവിന്റെ ലിങ്ക് ഇട്ടുതരാം. അപ്പൊ ഞാൻ ഇതെല്ലാം കോഡിലൂടെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിപ്പിച്ചു തരാം. വൈകിട്ട് 7:30 ലൈവ് പ്ലാൻ ചെയ്തേക്കുന്നത്, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ. അപ്പൊ നമുക്കിത് ലൈവിൽ വരുമ്പോൾ പഠിക്കാം. അപ്പൊ ലെപ്റ്റോസ്പൈറ പഠിച്ചു. ഇനി പകരുന്നത് എങ്ങനെയാണ്?
ക്ഷയം പകരുന്നത് എങ്ങനെയാ? ക്ഷയമുള്ളവര് ചുമയ്ക്കോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ അത് വായുവിലൂടെ അടുത്ത ആളിലേക്ക് പകരും. ഇനി എലിപ്പനി പകരുന്നത് എങ്ങനെയാ? കയ്യും കാലൊക്കെ പൊട്ടി ഇങ്ങനെ എലി മൂത്രമൊക്കെ ഉള്ള വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോഴല്ലേ എലിപ്പനി പകരുന്നത്. അതായത് എലിമൂത്രം കലർന്ന ജലത്തിൽ നിന്നും മുറിവുകളിലൂടെ കണ്ണ്, മൂക്ക് എന്നിവിടങ്ങളിലോ ശ്ലേഷ്മ സ്തരത്തിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിൽ കയറാം. ഏത്? ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ. ബാധിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ക്ഷയം ബാധിക്കുന്ന എന്തായിരിക്കും? നമ്മുടെ ബ്രോങ്കൽ ഏരിയ ആയിരിക്കും അല്ലെ? ശ്വാസകോശ സംബന്ധമായ ചുമയല്ലേ? അപ്പൊ പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നത് ട്യൂബർക്കുലോസിസ്. പിന്നീട് അങ്ങോട്ട് വൃക്ക, അസ്ഥി, മസ്തിഷ്കം തുടങ്ങിയ മറ്റ് ശരീരഭാഗങ്ങളെയും ബാധിക്കും. ആദ്യം നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കും, ബാക്കി ഈ ഓർഗൻസിനെയും ബാധിക്കും. ഇനി അടുത്തത്, എലിപ്പനി ബാധിക്കുന്നത് പ്രധാനമായിട്ട് നമ്മുടെ വൃക്ക, കരള്, ശ്വാസകോശം. വൃക്കയും കരളും ശ്വാസകോശവുമാണ് എലിപ്പനി ബാധിക്കുന്ന ഭാഗങ്ങൾ. ഇനി ഇതിന്റെ ലക്ഷണം എന്തൊക്കെയാണ്? പ്രധാന ലക്ഷണം എന്ന് പറയുമ്പോൾ ക്ഷയം വരുമ്പോൾ 2 ആഴ്ചയിൽ കൂടുതൽ തുടർന്ന് നിൽക്കുന്ന ചുമയും പനിയും, പിന്നെ വിശപ്പുണ്ടാവില്ല, ഭാരക്കുറവ്, ക്ഷീണം, ഇതെല്ലാം പ്രധാന ലക്ഷണമാണ്. ഇനി എലിപ്പനി വരുമ്പോൾ എന്തായിരിക്കും ലക്ഷണം എന്ന് വെച്ചാൽ പെട്ടെന്ന് പനി, അമിതമായ തലവേദന, പേശിവേദന, കണ്ണ് നല്ല റെഡ് ആയിട്ടിരിക്കും, പിന്നെന്താ നല്ല ഛർദി ഉണ്ടാവും. ഇതാണ് ലക്ഷണം. പിന്നെ ഇതിന്റെ പ്രതിരോധ ചികിത്സ എന്ന് പറയുമ്പോൾ ട്യൂബർക്കുലോസിസിന് BCG വാക്സിൻ എടുക്കാറില്ലേ? അപ്പോ PSC ചോദിച്ച BCGയുടെ ഫുൾ ഫോം എന്താ? BCGയുടെ ഫുൾ ഫോം അതിന്റെ സയന്റിസ്റ്റിന്റെ പേര് വെച്ചിട്ടാ. ബാസിലെ ക്യാവിറ്റി ആൻഡ് ഗ്യൂറിൻ. ബാസിലെ ക്യാവിറ്റി ഗ്യൂറിൻ എന്നാണ് BCGയുടെ ഫുൾ ഫോം. PSC ചോദിച്ചിട്ടുണ്ട്. BCGയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ BCG വാക്സിൻ എടുക്കുക. പിന്നെ ഒന്നിലധികം ആന്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദീർഘകാല ചികിത്സയായിട്ടുള്ള ഡോട്ട്സ്, അതും PSC ചോദിച്ചിട്ടുണ്ട്. അതിന് ഞാൻ കോഡ് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ക്ഷയരോഗികൾ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് ഉമിനീര് വന്ന് ഓപ്പോസിറ്റ് നിൽക്കണവന്റെ മുഖത്ത് തെറിച്ച് ഡോട്ട് പോലെ വീഴത്തില്ലേ? അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ഇപ്പൊ ഡോട്ട് ക്ഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ BCG ഇവിടെ കുത്തിവെപ്പ് കിട്ടുന്നത് അത് ഓർക്കുക. പിന്നെ എലിപ്പനിയുടെ മെയിനായിട്ട് എന്താ? ആന്റിബയോട്ടിക് കൊടുക്കുകയായിരിക്കും. അപ്പോൾ പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക, പിന്നെ ആന്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് മെയിനായിട്ട്. ഇപ്പൊ രണ്ടും പഠിച്ചല്ലോ. അടുത്തത് നോക്കാം. അപ്പൊ ബാക്ടീരിയ രോഗങ്ങൾ ഞാൻ ലൈവിൽ വരുമ്പോൾ പഠിപ്പിച്ചു തരും. ലൈവിൽ എല്ലാവരും കയറണം കേട്ടോ. ലിങ്ക് ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ഉണ്ടാവും. പിന്നെ വൈറസ് അവനൊരു പ്രത്യേകതയുണ്ട്. അവൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അവൻ വളരുന്നത്. അതുകൊണ്ടാണ് ഇവൻ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞ് കുറച്ചാൾ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടാവും അവനൊന്ന് വളർന്ന് പുഷ്ടിപ്പെടാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അസുഖം വരുന്നത്. അപ്പോൾ വൈറസുകളുടെ പ്രധാന കാര്യങ്ങളെന്ന് പറയുമ്പോൾ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകുന്നു. PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാന്ന് പഠിക്കാം. PSC പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഏത്? നമ്മുടെ ഈ എയ്ഡ്സ് എത്തുന്നത് ആരാണ്? വൈറസ് ആണ്. പിന്നെ ഇത് മെയിനായിട്ടും ബാധിക്കുന്ന എന്തിനാണെന്നറിയാവോ? നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥയാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ T ലിംഫോസൈറ്റുകളെയാണ്. T ലിംഫോസൈറ്റ് നമ്മുടെ ശരീരത്തിൽ എന്താ ചെയ്യണമെന്ന് അറിയാവോ? നമ്മുടെ ശരീരത്തിൽ ബാധ ഉള്ള കോശങ്ങളെയും അതുപോലെ ക്യാൻസർ വരാൻ ചാൻസ് ഉള്ള ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് നശിപ്പിച്ച് കളയും. അപ്പൊ ഈ T ലിംഫോസൈറ്റിനെ ഇവൻ ആക്രമിക്കുമ്പോൾ നമുക്ക് രോഗം വരുത്തുന്ന സെല്ലുകളും ക്യാൻസറസ് ഒക്കെ സെല്ലുകളൊക്കെ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കത്തില്ലേ? അപ്പൊ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയൊക്കെ താറുമാറായി നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരും. മനസ്സിലായല്ലോ? അപ്പൊ HIV ആക്രമിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഡാഷ്ണിയാണ്, T ലിംഫോസൈറ്റുകളെയാണ്. പഠിച്ചല്ലോ. അപ്പൊ ഇവയെ നശിപ്പിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും? രോഗപ്രതിരോധ ശേഷി കുറയും. രോഗത്തെ ചെറുക്കാനുള്ള നമ്മുടെ ശരീരത്തിന്റെ ശക്തി കുറഞ്ഞിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ട് നമുക്ക് പല അസുഖങ്ങൾ വരും എയ്ഡ്സ് വരുമ്പോഴത്തേക്ക്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നറിയാവോ? നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ആദ്യം തന്നെ കുറയും. അതിനുശേഷം നമുക്ക് ന്യൂമോണിയ, ക്ഷയം, പിന്നെ പലതരം ക്യാൻസറുകളൊക്കെ വന്നിട്ട് ആള് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ HIV വരുമ്പോൾ ഇന്ന ലക്ഷണമാണെന്നില്ല. HIV മൂലം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ് പല അസുഖം വന്നിട്ടാണ് മരിക്കുന്നത്. പിന്നെ പകരുന്ന വിധം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഏതൊക്കെ രീതിയിൽ പകരും? ഒന്ന്, ലൈംഗിക ബന്ധത്തിലൂടെ പകരും. പിന്നെ HIV അണുവിമുക്തമാക്കാത്ത സൂചി കൊണ്ടും കുത്തുമ്പോൾ, അതുപോലെ HIV ഉള്ള അമ്മയിൽ നിന്ന് മക്കളിലേക്ക്, പിന്നെ HIV ബാധിച്ച ഒരാളുടെ ശരീരത്തിൽ നിന്നെടുത്ത ബ്ലഡ്, ശരീരദ്രവങ്ങൾ ഇതിലൊക്കെ കൂടെ പകരും. പിന്നെ ഇതും PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് ART? ART എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് എയ്ഡ്സ് വന്ന ആളെ
പൂർണ്ണമായിട്ട് ആ രോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെ മാറ്റാം എന്ന് വെച്ചാൽ, അല്ല എങ്ങനെ അയാൾക്ക് ഒരു ആശ്വാസം കൊടുക്കാന്ന് വെച്ചാൽ, ഈ എയ്ഡ്സ് വന്ന രോഗിയുണ്ടല്ലോ, അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം. അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡിനാണ് ആന്റി റിട്രോവിയൽ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എയ്ഡ്സ് രോഗികൾക്ക് ഉള്ള ചികിത്സാ മാർഗമാണ് ഡാഷ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആന്റി റിട്രോവിയൽ തെറാപ്പി? എയ്ഡ്സ് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ നിലവിലും മരുന്നുകളില്ല. അപ്പോൾ തെറാപ്പി വഴി വൈറസിന്റെ പേരുകൾ നിയന്ത്രിക്കാനും രോഗിയുടെ പ്രതിരോധ ശേഷി നിലനിർത്താനും സഹായിക്കുന്നു. അപ്പോൾ രോഗിയുടെ പ്രതിരോധ സിസ്റ്റത്തെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ കൊണ്ടുപോവുക. അതിന്റെ ചാർജ് തീരുമ്പോൾ വീണ്ടും പോയി ചാർജ് ചെയ്ത് ART ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ അയാളെ നമുക്കങ്ങ് കുറച്ച് നാൾ ജീവിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ട്രീറ്റ്മെന്റിന്റെ പേരെന്താണ്? ART. ഇനി നമ്മൾ നാള് ഒരു നോബൽ പ്രൈസ് പഠിച്ചപ്പോൾ ഒരു ക്രിസ്പറിനെ പഠിച്ചോർക്കുന്നുണ്ടോ? ജീനോം കത്രിക. അതായത് ഈ ജീനോം കത്രികയുടെ കണ്ടുപിടുത്തം മൂലം നമുക്ക് ഭാവിയിൽ ഇതിനെ മാറ്റാം എന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അതായത് ഈ HIV ബാധിച്ചിട്ടുള്ള ഒരു DNA HIV ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ DNA HIV ബാധിച്ചിട്ടുള്ള ഭാഗം ഈ പറയുന്ന ക്രിസ്പർ പോലുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ HIV പിന്നെ ബാക്കിയുള്ള ജീനോമിൽ ഉണ്ടാവത്തില്ല. അപ്പൊ ഈ ക്രിസ്പർ പോലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. പിന്നെ HIV ഇപ്പൊ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്തിട്ട് അതിനെ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള മരുന്നുകളൊക്കെ, വാക്സിനുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പഠനം ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓൾറെഡി ക്രിസ്പർ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ മാറ്റാൻ പറ്റും എന്നൊക്കെ ഉള്ള രീതിയിൽ ശാസ്ത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജീൻ എഡിറ്റിംഗ് കത്രികയുടെ പേര് പഠിക്കുക കേട്ടോ. എന്തായിരിക്കും മറുമരുന്ന് എന്നുള്ള രീതിയിൽ ഈ ART. പിന്നെ ഇത് ഭാവിയിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. അതോടുകൂടി HIV-ക്കും പൂർണ്ണമായൊരു പരിഹാരം കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ശാസ്ത്രലോകം നിൽക്കുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അടുത്തത് പിന്നെ രോഗം വന്നവരെ മാറ്റി നിർത്താതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത്രയൊക്കെയുള്ള ബോധമൊക്കെ നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരാളെ അവഗണിക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി അടുത്തതാണ് നിപ്പ. വവ്വാല് കടിച്ച മാങ്ങയൊന്നും കഴിക്കരുത്. നിപ്പ പനി ബാധിച്ചപ്പോൾ പത്രത്തിലും TV-യിലൊക്കെ വന്ന സാധനങ്ങളാണ്. അപ്പൊ നിപ്പ എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. പിന്നെ COVID-19 വൈറസ് രോഗമാണ്. അപ്പോൾ വൈറസ് രോഗങ്ങളുടെ കോഡും ലൈവിൽ വന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എൻ്റെ ലൈവ് ആയിരിക്കും നിങ്ങൾക്ക് കോഡ് പെട്ടെന്ന് പഠിക്കാൻ കുറച്ചുകൂടെ നല്ലതായിട്ടുള്ളത്. അപ്പോൾ നിപ്പ ഒരു വൈറസ് ആണ്. അതിന്റെ ലക്ഷണം എന്ത് തന്നെ? പനി, കടുത്ത തലവേദന, ഛർദി, ചുമ, പേശിവേദന തുടങ്ങിയൊക്കെയാണ്. അപസ്മാരം, ബോധക്ഷയം എക്സെട്ര. ഇതെങ്ങനെയാ പകരുന്നത്? നിപ്പ വൈറസിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? വവ്വാലാണ്. ഈ വവ്വാല് കടിച്ച മാങ്ങ നമ്മളെടുത്ത് തട്ടിയാൽ നമുക്ക് വരും. പിന്നെ വവ്വാല് കടിച്ച മാങ്ങ പന്നി കഴിച്ചു കഴിഞ്ഞിട്ട് പന്നിയെ പിടിച്ച് നമ്മൾ കഴിച്ചാലും നമുക്ക് വരും. ക്ലിയർ ആണല്ലോ? ഈ നിപ്പ വന്നാലും എന്താണ്? അതൊന്ന് ലഘൂകരിക്കാനുള്ള മരുന്ന് കൊടുക്കാനേ പറ്റുള്ളൂ. അതായത് രോഗലക്ഷണങ്ങളും സങ്കീർണതകളും കുറയ്ക്കാനുള്ള ചികിത്സ. ഇപ്പോൾ ഓവറായിട്ട് ഛർദ്ദിക്കുകയാണെങ്കിൽ അതിനെ സപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള മരുന്ന്, പനിയെ സപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള മരുന്ന്, അങ്ങനെയൊക്കെ കൊടുത്ത് ഒന്ന് സപ്പോർട്ടിങ് കെയർ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ആന്റിവൈറൽ മരുന്നോ വാക്സിനോ നിലവിൽ ഇല്ല. നിപ്പയ്ക്കും നിലവിലില്ല. അതുകൊണ്ടാണ് നിപ്പ വന്നന്ന് മരണത്തിന്റെ ചാൻസ് 100% കൂടുതലായിരുന്നു നിപ്പ വന്ന സമയത്ത്. നമ്മളത് കൺട്രോൾ ചെയ്തുകൊണ്ട് അധികം വ്യാപിച്ചില്ല. അപ്പൊ നിപ്പ വരുത്തുന്നത് വവ്വാലാണ്, അതറിയാലോ. ഇനി അടുത്തതാണ് ഫംഗസിന്റെ അതും കോഡിൽ ഞാൻ പറയാം ലൈവില്. ഈ ഫംഗസ് രോഗങ്ങൾ മെയിനായിട്ടും സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഈ പൂപ്പല് പോലെ ഇങ്ങനെ പറ്റിപ്പിടിച്ച അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ് ഇവൻ ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രധാന ഫംഗസ് രോഗങ്ങൾ ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഒന്ന് റിംഗ് വേം, വട്ടച്ചൊറി ഉണ്ടോ, ഇങ്ങനെ പുഴുക്കടി റിംഗ് വേം. അടുത്തത് കാൻഡിഡിയാസിസ്, ഈ നാക്കിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്ന അത് ഉണ്ടോ. ഈ റിംഗ് വേം ബാധിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ രോഗം ബാധിച്ചവരിൽ നിന്ന് അവരെ തൊടുന്നതിലൂടെ വരും. പിന്നെ മലിന വസ്തുക്കളിലൂടെയും മൃഗങ്ങളിലൂടെയും, ഈ തുണിയൊന്നും മര്യാദയ്ക്കൊന്നും കഴുകിയിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ അസുഖങ്ങൾ, പുഴുക്കടി പോലത്തെ അസുഖങ്ങളൊക്കെ വരും. പിന്നെ എന്താണ്? വൃത്താകൃതിയിലോ ചുവന്ന പാടും ചൊറിച്ചിലും. പിന്നെ അടുത്തത് കാൻഡിഡിയാസിസ് എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള സമ്പർക്കം, ഈ അസുഖമുള്ളവരുടെ വസ്ത്രങ്ങൾ മാറിയിടുന്നതിലൂടെ, പിന്നെ ലൈംഗിക ബന്ധത്തിലൂടെയൊക്കെയാണ് ഇത് കണ്ടോ ഈ അസുഖം വരുന്നത്. വായിൽ വെളുത്ത പാട്, ചൊറിച്ചില്, പിന്നെ ആ ഭാഗത്ത് ചുവന്നിരിക്കുക, പിന്നെ കട്ടി കൂടിയിട്ട് നിറം മങ്ങിയ നഖം, ഇതൊക്കെയാണ് കാൻഡിഡിയാസിന്റെ ലക്ഷണങ്ങൾ. പിന്നെ അടുത്ത ആളാണ് ആര്? പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങൾ വിത്ത് കോഡ് നമ്മൾ ലൈവിൽ പഠിക്കും. പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങൾ PSC എപ്പോഴും ചോദിക്കുന്ന ഏതാണെന്നറിയാവോ? മലേറിയ,
മലേറിയയാണ്. അത് നമുക്ക് പഠിക്കാം. അപ്പോൾ പ്രോട്ടോസോവ എന്ന് പറയുമ്പോൾ ഏകകോശ യൂക്യാരിയോട്ടുകളാണ്. യൂക്യാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് സ്വന്തമായിട്ട് ഒരു ന്യൂക്ലിയസ് ഉള്ള ജീവികളാണ്. അപ്പോൾ ഏകകോശ യൂക്യാരിയോട്ടുകൾക്ക് ഉദാഹരണമായിട്ടാണ് നമ്മൾ പ്രോട്ടോസോവയെ പഠിക്കുന്നത്. അപ്പൊ ഈ ചില പ്രോട്ടോസോവകള് നമ്മുടെ ചുവന്ന രക്താണുക്കളെ ആക്രമിക്കുകയും നമ്മുടെ ശരീരത്തിനുള്ളിൽ പെരുകുകയും പിന്നെ നമുക്ക് വിവിധങ്ങളായ ശരീരപ്രവർത്തനങ്ങളെയൊക്കെ തകർത്ത് അസുഖങ്ങൾ ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി പ്രധാന പ്രോട്ടോസോവൻ ഡിസീസിൽ നമുക്ക് പഠിക്കാനുള്ളത് മലേറിയ അഥവാ മലമ്പനിയാണ്. ഇതിൽ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മലമ്പനി പരത്തുന്ന കൊതുക് ഏതാണെന്ന്. അപ്പൊ ഞാനത് കോഡ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയായിരുന്നു? ആന പോലത്തെ മല എന്ന് പറഞ്ഞ് വലിയ മല വരച്ച് കാണിച്ചു തരും അല്ലേ. അപ്പൊ ആന പോലത്തെ മല, അതായത് അനോഫിലസ് പെൺകൊതുക്. പെൺകൊതുകിനെ പ്രത്യേകം ഓർക്കണം, കാരണം ഓപ്ഷനിൽ ആൺകൊതുകും കാണും, പിന്നെ 2 കൊതുകൊന്നും കാണും, ആണും പെണ്ണും കാണും. അപ്പൊ ഇവിടെ എന്താ? ആന പോലത്തെ മല, മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകാണ്. അനോഫിലസ് പെൺകൊതുകാണ്. പിന്നെ ഇത് പരത്തുന്ന നമ്മുടെ പ്രോട്ടോസോവയുടെ പേരെന്താണെന്നറിയാവോ? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലമ്പനി പടർത്തുന്നത്. അപ്പോൾ ഈ പ്ലാസ്മോഡിയം കൊതുകിന്റെ ഉമിനീരിലുണ്ടാവും. വായിൽ ഉമിനീരിൽ ആണ് രോഗകാരിയായിട്ട് നിൽക്കുന്നത്. ആ കൊതുക് വന്ന് നമ്മളെ കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കയറും. പിന്നെ അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കിയിട്ട് വീണ്ടും കൊതുകിൽ പ്രവേശിച്ച് ഇങ്ങനെ അസുഖം ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കും. കൊതുക് കടിച്ചപ്പോൾ പ്ലാസ്മോഡിയം നമ്മുടെ ശരീരത്തിലെത്തി, എന്നിട്ട് സ്പ്ലീനിൽ എത്തുന്നു, നമ്മുടെ ബ്ലഡിലെത്തി ചുവന്ന രക്തകോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് വെച്ചാലേ ഇടവിട്ടുള്ള പനിയാണ്. മറന്നു പോരുത് കേട്ടാ. ഇടവിട്ട് പനി ഇങ്ങനെ ഇടവിട്ട് 48 മണിക്കൂർ ഇടവിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇടവിട്ടുള്ള പനി എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? മലമ്പനിയാണ്. മലമ്പനിയുടെ ലക്ഷണത്തിൽ വരുന്ന ഇടവിട്ടുള്ള പനി, കുടുകുടുപ്പ്, കുളിര്, വിറയല്, തലവേദന, ഛർദി, പേശിവേദന, ശരീരവേദന, ക്ഷീണം, ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ആന്റി മലേറിയൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ പ്ലാസ്മോഡിയം, പ്രോട്ടോസോവ, മലമ്പനി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്തിടെ പത്രത്തിലൊക്കെ കണ്ട് നമ്മൾ പേടിച്ച്, നമ്മൾ കുറെ നാള് കുളിക്കുമ്പോൾ വരെ ഒരു പേടി ഉണ്ടായിരുന്ന ഒരു രോഗമാണ്, അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം. നമ്മൾ അവിടെ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. എന്താണ് ആ അമീബയുടെ പേരെന്താണ്? അവന്റെ പേരെന്താ? അതായത് നൈഗ്ലേറിയ ഫൗലേറി. അപ്പോൾ അവൻ നമ്മുടെ മസ്തിഷ്കം തിന്ന് തീർത്ത് കളയും. അപ്പൊ മസ്തിഷ്കത്തെ ഉപദ്രവിക്കുന്ന ആ അമീബയുടെ പേരാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്ന ആ അമീബയുടെ പേരാണ് നൈഗ്ലേറിയ ഫൗലേറി. ഓർത്ത് വയ്ക്കാനേ. ഈ നമ്മുടെ മസ്തിഷ്കം ഇരിക്കുമ്പോൾ ഒരു നെയ്യ് പോലെ ഇങ്ങനെ നല്ല മ്ലിം എന്നല്ലേ ഇരിക്കുന്നത്. അപ്പൊ നെയ്യ് പോലെ മസ്തിഷ്കം തിന്നുന്ന അമീബ. അപ്പൊ നെയ്യ് പോലെ നിന്ന് ഫൗള് കാണിക്കുന്ന അമീബ എന്നുള്ള രീതിയിൽ ആ നെയ്ഗ്ലേറിയ ഫൗലേറി പഠിച്ചോ? അപ്പൊ അതാണ് സംഭവം. അപ്പൊ കെട്ടിക്കിടക്കുന്നതും ചൂടുള്ളതുമായ ശുദ്ധജലത്തിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത്. മലിനമായ വെള്ളം മൂക്കിലെത്തുമ്പോൾ അവിടെ നിന്ന് രോഗാണുക്കൾ തലച്ചോറിലേക്ക് കടക്കുകയും അണുബാധയുണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ കെട്ടിക്കിടക്കുന്നതും ശുദ്ധമല്ലാത്തതുമായ ജലാശയങ്ങളിൽ കുളിക്കുന്നതും മുഖം കഴുകുന്നതും ഒഴിവാക്കി ഈ രോഗം വരുന്നത് തടയുക. ഇതിപ്പോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോൾ ശുദ്ധമാണോ ശുദ്ധമല്ലെന്ന് എങ്ങനെ അറിയും? നമ്മൾ സ്വിമ്മിംഗ് പൂളൊക്കെ കാണുമ്പോൾ ചാടിക്കയറി ഇറങ്ങാറില്ലേ? അപ്പോൾ ഇനി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എന്താലോചിക്കുക? നൈഗ്ലേറിയ ഫൗലേറി ഉണ്ടോ എന്നാലോചിക്കുക. അതുകൊണ്ട് ആവശ്യമില്ലാതെ കുളിക്കാനൊന്നും പരിചയമില്ലാത്ത സ്വിമ്മിംഗ് പൂളിലൊന്നും ഇറങ്ങാതിരിക്കുക. അടുത്തതെന്താണ്? കൃമിശല്യം, വരശല്യം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതായത് കൃമി അഥവാ ഉരുണ്ട വിര പരാതജീവിയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഡൈജസ്റ്റഡ് ഫുഡൊക്കെ എടുത്ത് തട്ടിയാണ് അവന്മാർ ജീവിക്കുന്നത്. അപ്പോൾ പരാതവിരകൾ മൂലം, വിരശല്യം മൂലമൊക്കെ നമുക്ക് എന്താണ്, വിര ഉള്ളവർക്ക് തിന്നാലൊന്നും പിടിക്കാതിരിക്കുക, ഛർദില്, അങ്ങനെ കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ, ഇച്ചിങ് ഒക്കെ വരും. അപ്പോൾ നഖം കടിക്കുക, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുകയൊക്കെ കഴിക്കുമ്പോൾ, മലിനജലം കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവന്റെ ആ മുട്ട നമ്മുടെ ഉള്ളിൽ കയറും. അങ്ങനെ അവൻ നമ്മുടെ ശരീരത്തിൽ പെരുകും. വിര ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഉത്സാഹക്കുറവ്, ക്ഷീണം, ശ്രദ്ധക്കുറവ്, പോഷകക്കുറവ്, വിശപ്പില്ലായ്മ, ഭാരമില്ലായ്മ, വയറുവേദന, തലകറക്കം, ഛർദിലൊക്കെ ഉണ്ടാവും. അപ്പോൾ 6 മാസം കൂടുമ്പോൾ നമ്മൾ എന്ത് കഴിക്കണം? വിര ഇളക്കാനുള്ള മരുന്ന് കഴിക്കണം. നിങ്ങൾ കഴിക്കാറുണ്ടോ? എല്ലാവരും 6 മാസം ഗ്യാപ്പിട്ട് വിരമരുന്ന് കഴിക്കണം. എനിക്ക് വിരയില്ല എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ കഴിക്കാതിരിക്കരുത്. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. ഈ പറയണവരൊക്കെ കൈ കഴുകിയിട്ടാണോ നമുക്ക് എടുത്ത് തരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബസ്സിലൊക്കെ കയറും, അവരെവിടെയൊക്കെ പിടിച്ച കൈ കൊണ്ടാണ് സീറ്റെ പിടിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ
പ്രിവെന്റീവ് മെത്തേഡായിട്ട് ഈ വിരശല്യമൊന്നും വരാതിരിക്കാനായിട്ട് എന്ത് മേടിച്ച് കഴിക്കണം? ആൽബൻഡസോൾ ഗുളികകൾ മേടിച്ച് കഴിക്കണം. അപ്പൊ വിരമരുന്നിന്റെ പേരെന്താണ്? ആൽബൻഡസോൾ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി നമുക്ക് മന്തും കൂടെ പഠിക്കണം. മന്തിൽ നിന്നും PSC സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. മന്ത് എന്ന് പറയുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കോഡ് പറയാൻ പോണേ. മന്ദന്മാർക്ക് ഇങ്ങനെ ഫയലും പിടിച്ച് മന്ദന്മാർക്ക് ഇങ്ങനെ ഫയലും പിടിച്ച് ക്യൂ നിൽക്കാൻ പറ്റുമോ? ഇല്ല, കാല് കഴിക്കും. മന്ദന്മാർക്ക് ഫയലും പിടിച്ച് ക്യൂ നിൽക്കാൻ വലിയ പാടാണെന്ന് ഓർത്താൽ കുറെ കാര്യങ്ങൾ പഠിക്കാം. ഒന്നും മന്ത്, പിന്നെ ഫയൽ വെച്ചിട്ട് അതിന്റെ ഇംഗ്ലീഷ് പേരെന്താണ്? ഫൈലേറിയാസിസ് ആണ്. പിന്നെ ക്യൂ നിൽക്കാൻ പറ്റത്തില്ല എന്നതിൽ നിന്ന് ക്യൂലെക്സ് പെൺകൊതുകുകളാണ് അത് പരത്തുന്നത് എന്നും പഠിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ വിരകളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒരു വിരകളാണ് എന്തും ഉണ്ടാക്കുന്നത്? ഈ മന്തും ഉണ്ടാക്കുന്നത്. അപ്പൊ മന്ത് ഉണ്ടാക്കുന്ന ആ വിരയുടെ പേരെന്താണെന്നറിയാവോ? ഫൈലേറിയൻ വിരകൾ കേട്ടോ. ഫൈലേറിയൻ വിരകള് ഈ ലിംഫ് വാഹിനി, നമ്മുടെ ശരീരത്തിലെ ലിംഫ് വാഹികളില് ആ ഒഴുകുന്ന ആ കുഴലിൽ പോയി ഇരിക്കും. അപ്പൊ അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും അവിടെ നീര് വന്നിങ്ങനെ വീർത്ത് ഇതുപോലെ പൊങ്ങി വരികയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണ് എന്ത്? മന്ത് എന്ന് പറയുന്നത്. അപ്പൊ മന്ത് ഇങ്ങനെ വീർത്തിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലരുടെയൊക്കെ മന്ത് ആനയുടെ കാലിന്റെ അത്രയൊക്കെ ഉണ്ട്. ഞങ്ങൾ ചേർത്തല ഭാഗത്തായിരുന്നു ഇത് കുറെ ഉണ്ടായിരുന്നു, കുറെ പേർക്കുണ്ടായിരുന്നു. നമ്മുടെ പണ്ടത്തെ കുറെ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ മന്തുണ്ടായിരുന്നു. ഇപ്പം ആർക്കില്ല കേട്ടോ. അപ്പൊ അവരുടെയൊക്കെ കാല് പണ്ട് കാണുമ്പോൾ ഇങ്ങനെ ഞാനൊക്കെ കുഞ്ഞിലെ ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ ആനയുടെ കാല് പോലെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അതിൽ നിന്ന് എലഫന്റിയാസിസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആനയുടെ കാലെടുത്തിട്ട് കേട്ടോ. അപ്പോൾ എലഫന്റിയാസിസ് എന്ന് പറഞ്ഞാലും നമ്മുടെ മന്തിന്റെ മറ്റൊരു പേരാണ്, ആനക്കാല് പോലെ വീർത്തു വരുന്നത് കേട്ടോ. അപ്പോൾ ഫൈലേറിയൻ വിരകൾ ലിംഫ് വായുകളിൽ തങ്ങി നിന്ന് ലിംഫിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും അവിടെ നീര് വന്ന് വീർക്കുകയും ചെയ്യുന്നതാണ് ഈ അസുഖം. ഇത് പരത്തുന്നത് ഈ ഫൈലേറിയൻ അണുക്കളെ നമ്മളിലേക്ക് എത്തിക്കുന്നത് ആരാന്നറിയാവോ? ക്യൂ നിൽക്കാൻ പറ്റൂല, ക്യൂലെക്സ് പെൺകൊതുകാണ്. പിന്നെ ഈ ഫൈലേറിയൻ വിരകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് സെന്ററിൽ നിന്ന് ആൾ എപ്പോഴും വരുന്നത് എപ്പോഴാണെന്നറിയോ? വൈകിട്ടേ വരുള്ളൂ. അതായത് വൈകിട്ടാവുമ്പോഴാണ് ഈ വിരകൾ പൊങ്ങി വരുന്നത്. ബ്ലഡിൽ അതിന്റെ പ്രസൻസ് അറിയിക്കുന്നത് വൈകിട്ടാണ്. അതുകൊണ്ട് ഇതിന്റെ ചെക്ക് ചെയ്യുന്ന സമയം പിന്നെ എന്താണ്, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ഈവനിങ് ആണ്. അപ്പം അത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ കൊതുക് നമ്മളെ കടിക്കുമ്പോഴത്തേക്ക് ഈ ഫൈലേറിയൻ വിരകളുടെ ലാർവ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. അങ്ങനെ അവന്മാരത് അവിടെ വളർന്ന് ഈ ലിംഫ് വാഹികളിൽ പോയി പറ്റിപ്പിടിച്ച് ലിംഫ് വീർത്ത് ഇങ്ങനെ വരും, ഇങ്ങനെ നീര് പോലെ വരും. അപ്പൊ എവിടെയൊക്കെ അത് വരും എന്നറിയോ? അതായത് കാല്, കൈ, പിന്നെ ജനനേന്ദ്രിയത്തിലൊക്കെ വരും. അതറിഞ്ഞൂടാ. അപ്പോൾ കൈ, കാല്, ജനനേന്ദ്രിയം തുടങ്ങിയ ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ മന്ത് ബാധിക്കും. അപ്പൊ അതാണ് മന്ത്. അപ്പൊ ഇത്രയും കൊണ്ട് 10ാം ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ എടുത്തത്. 10ാം ക്ലാസ്സിലെ സാംക്രമിക രോഗങ്ങൾ, രോഗകാരികളുടെ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എക്സ്ട്രാ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്. അത് നമ്മൾ ലൈവിൽ പറയും. വൈകിട്ട് 7:30 നമുക്ക് ലൈവിൽ കാണാം. നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ ന്യൂ എഡിഷൻ മലയാളം ബുക്കാണ്. 2025 നമ്മുടെ ബുക്ക് ഇറക്കി കഴിഞ്ഞിട്ട് നടന്ന പരീക്ഷകളിൽ ASM 10ൽ 10 മാർക്ക് വന്നു, ടൈപ്പിസ്റ്റ് 13 മാർക്ക്. ഇൻഡയറക്റ്റ് കുറേ ഉണ്ട്, കാരണം ഓപ്ഷനൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വേറെയും ക്വസ്റ്റൻ ഉണ്ട്. എന്നാലും ഡയറക്റ്റ് വന്നിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ടൈപ്പിസ്റ്റ് 13 മാർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ് 8 മാർക്ക്. മലയാളം ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് വാങ്ങുന്നവർക്ക് നമ്മൾ ഓഫറിൽ നമ്മളുടെ ക്ലാസ്സും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.